ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Neha ഫുഡ് സ്റ്റോറീസ്. ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ തരംഗമായി മാറാൻ പോകുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പഞ്ചാബി സോഡ അഥവാ മിൽക്ക് സോഡ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കട്ടോ. നല്ല തണുത്ത പാലായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര അത്യാവശ്യം നല്ലവണ്ണം വേണം കേട്ടോ, എന്നാലേ ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആവുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് കസ്കസയാണ്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കസ്കസ നമുക്കിനി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്കസയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും കസ്കസയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സുകളിലേക്ക് 1/4 ഭാഗം സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിന്റെ പേരിനെ പഞ്ചാബി സോഡ അഥവാ മിൽക്ക് സോഡയാണല്ലോ. അപ്പോൾ സോഡ അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ ഗ്ലാസ്സിൽ 1/4 പോർഷൻ മാത്രം സോഡ ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2 ഡ്രോപ്സ് ബദാം മിൽക്ക് മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും ഫ്ലേവറും കിട്ടും. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ റോസ് സിറപ്പിന്റെ നല്ലൊരു കളറും ഫ്ലേവറും കിട്ടും. പിന്നെ ഒന്ന് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ശരിക്കുള്ള പഞ്ചാബി സോഡയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയും കസ്കസും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3ാമത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ശരിക്കുള്ള പഞ്ചാബി മിൽക്ക് സോഡ. അതിൽ നമ്മൾ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഐസ് ക്യൂബ് ചേർക്കുന്നില്ല. ഇത് മിൽക്ക് സോഡയിൽ ബദാം മിൽക്ക് മിക്സ് ചേർത്തത് കാരണം നല്ലൊരു കളറും ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പഞ്ചാബി സോഡയിൽ റോസ് സിറപ്പ് ചേർത്തത് കാരണമാണ് നല്ല റോസ് കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കളറൊന്നും ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ഈ വൈറ്റ് കളറിലുള്ള മിൽക്ക് സോഡ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്